അല്ല ചെയ്യുന്നതും കൂടെ ഒരു പാട്ട് എങ്ങനെയുണ്ട് അഭിനയമല്ല അളിയോ എന്തോ പറയാളിയോ സ്പോർട്സിന്റെ അങ്ങേറ്റം കിട്ടില്ല പടം. ഞാൻ കാന്താര ഫസ്റ്റിന്റെ ഫാനായിരുന്നു. പക്ഷെ അത് മാറി ഇത് വേറൊന്നും പറയാനുള്ളത് എല്ലാം, അതായത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, മേക്കപ്പ്, കോസ്റ്റ്യൂം എല്ലാം പൊളി, ഒരു രക്ഷയില്ല. കിട്ടില്ല. എല്ലാവരും തിയേറ്റർ വാച്ച്, മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ ഇത് ഒ ടി ടി സ്റ്റാഫല്ല, തിയേറ്റർ സ്റ്റാഫാണ്. ഉറപ്പായിട്ടും കാണും. ഓക്കെ, മേക്കിംഗ് എങ്ങനെ? എന്റെ മോനെ ഒരു രക്ഷയില്ലടാ. ഞാൻ ഇനിയിപ്പോ ടിക്കറ്റ് കിട്ടില്ല, ഇനി ഒന്നും കൂടെ ടിക്കറ്റ് എടുക്കണം. എങ്ങനെയുണ്ട്? മ്യൂസിക് എന്തായാലും കാണാൻ പറ്റുവാണെങ്കിൽ ക്ലൈമാക്സിൽ തന്നെ കാണാം. ഞാനിപ്പോൾ നോക്കുന്നത് വരെ ഐമാക്സ് ആണ്. സിനിമ കൊണ്ട് നല്ല സിനിമയാണ്. എങ്ങനെയുണ്ടോ മൂവി? എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേട്ടാ? നല്ലൊരു വിഷ്വൽ ട്രീറ്റ്. ഫസ്റ്റ് പഞ്ച് മാത്രമേ കിട്ടിയുള്ളൂ. ആക്ച്വലി സെക്കൻഡ് ഹാഫിൽ ഒരു ടീസർ മാത്രമായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തി ഒരു ഉണ്ട്, അടിപൊളിയായിരുന്നു. പക്ഷേ അത് കണ്ട് സിനിമ തീർന്നതാണ് കരുതിയത്. പിന്നെ നോക്കി 1 മണിക്കൂർ പിന്നെയും ബാക്കിയുണ്ട്. ഇനി എന്താ ഒരു കാണിക്കുന്നത് അറിയില്ലായിരുന്നു. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. ക്ലൈമാക്സിന് പരിപാടിയുണ്ട്, രക്ഷയില്ല, അന്യായം സംഭവിച്ചിട്ട് മേക്കിങ്ങും എല്ലാം പോയി. മലയാളം ഡയലോഗ് ഒരു ഡയലോഗ് ഡബിങ് ഒക്കെയാണ്, പക്ഷേ കുറെ കോമഡി ബാക്കിയെല്ലാം പറ്റിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. കാന്താര പോലെ ഫസ്റ്റ് പാർട്ടെന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കുന്നിടത്തുനിന്ന് അതിനും അപ്പുറമുണ്ട് സിനിമ. നമ്മൾ എന്ത് പറയാം, നമ്മൾ അതിനകത്ത് അങ്ങ് ആയിപ്പോ, കാന്താരയ്ക്ക് അകത്ത് നമ്മളായിപ്പോകുന്ന പോലെ ഒരുപാട് സർപ്രൈസ് എലമെന്റ്സ് ഉള്ള ഒരു സിനിമ. അത് ഋഷഭ് അത് ചെയ്ത് വച്ചേക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു ഋഷഭിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, വേറെ ആരും ഇങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റുന്നു. പിന്നെ ജയറാമിന്റെ ഒരു ഇത് വളരെ നന്നായിട്ടുണ്ട്. ജയറാമിന്റെ ഒരു പ്ലേസ് ചെയ്തേക്കുന്നതെല്ലാം കൊള്ളായിരുന്നു. ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. എങ്ങനെയുണ്ട് ബ്രോ? ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. വെയിറ്റിംഗ് ഫോർ ചാപ്റ്റർ 2. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. സൂപ്പർ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാണാൻ. വൺ ടൈം വാച്ച് ചെയ്യണം, മസ്റ്റ് വാച്ച് ചെയ്യണം. ചെറിയൊരു കുറച്ചൊരു വിഷയം മാത്രം, ചെറിയൊരു കുറച്ച് ഒരു CG ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഒരു ഇൻട്രസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു? അല്ലേ, സത്യം പറഞ്ഞ എത്തിക്കണം. പക്ക എത്തി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ട്രെയിലർ കണ്ടത് ഒന്നും അല്ല പടം. ആ റേഞ്ചിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്റർവെൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം തകർപ്പൻ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ അതിനൊക്കെ തന്നെ DOP, പിന്നെ മ്യൂസിക്, പിന്നെ വിഷ്വൽ എഫക്ട്സ് സൂപ്പർ ആയിരുന്നു. എല്ലാത്തിനും ഉപരി ഫ്രെയിം, എവിടെ നോക്കിയാലും ഓരോ ഫ്രെയിം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. ഇവിടുത്തെ KGF എല്ലാവരും കാന്താര എന്ന് പറയും. KGF അല്ലാതെ അല്ല, KGF വേറൊരു സാധനമാണ്. ഇത് അതല്ല, സത്യം പറഞ്ഞ എപ്പിക് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഇടയ്ക്ക് പിന്നെ പൊന്നിയിൻ സെൽവൻ എന്ന് പറയില്ല, അതിനൊക്കെ വലിച്ച് കീറാതെ തോന്നുന്നു എടുത്തിട്ട്. സത്യം ഒരു എന്താ പറയാ, ഒരു പ്രകൃതിയെ കാണിക്കുന്നെങ്കിൽ അതിലല്ല അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കണം, റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരണം. VFX ആണെന്ന് പറയത്തില്ല, എല്ലാം ഭയങ്കര ഒറിജിനാലിറ്റി. പിന്നെ ക്ലൈമാക്സിൽ മാത്രം അത് ലാസ്റ്റ് വർക്ക് ടൈം കുറച്ചുള്ളത്. കാരണം പെട്ടെന്നായിട്ട് അവർക്ക് അത് പറ്റിയെന്ന് പറയാം. പക്ഷെ അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ഇമാജിനൊക്കെ വരുന്ന സാധനങ്ങൾ. ഗൂസ് ബംസ് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. മ്യൂസിക് അടക്കം ഒരിടത്തും പറയാൻ പറ്റുന്ന ഫ്രഷ് സാധനം നമ്മളെ മുമ്പിൽ ഇട്ടത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേണം ഒരു സിനിമ എടുക്കാൻ. നമുക്ക് തന്നെ നോക്കണം, നമ്മുടെ പടമാണെന്ന്. കാരണം ഇന്ത്യൻ റെപ്രസെന്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് പടം എടുക്കണമെന്ന് പറയുന്നത്. ഹോളിവുഡ് എടുത്തിട്ട് അടിക്കില്ല, വേറെ ഒന്നും അടിക്കില്ല. സൂപ്പർ സാധനം. പടം കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്, രക്ഷയില്ല. പടം കിടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പക്കാണ്. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പടം അടിപൊളി പടം. ഓക്കെ, എന്താണ് ബ്രോ ഇഷ്ടപ്പെട്ട? എല്ലാം സെക്കൻഡ് ഹാഫ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? മസ്റ്റ് വാച്ച്. എങ്ങനെയുണ്ട് പടം? ചേച്ചി പ്രതീക്ഷയെക്കാട്ടിലും പടം പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ബ്രോ? ക്ലൈമാക്സ് തിയേറ്റർ ഫസ്റ്റ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞതിനാണ്.